മാരാരിക്കുളം ഓമനപ്പുഴയിൽ മകളെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന് പിന്നാലെ അമ്മയും അറസ്റ്റിലായി. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് ഓമനപ്പുഴ കുടിയാംശേരിൽ ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അമ്മ ജെസ്സിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മകളെ കൊലപ്പെടുത്തിയതിന് അച്ഛൻ ജോസ് മോനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊലപാതകത്തിൽ അമ്മ ജെസ്സിക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഇരുവരെയും പോലീസ് പ്രതി ചേർത്തത്. ജോസ്മോൻ തോർത്തുപയോഗിച്ച് മകളെ കഴുത്തുഞെരിച്ചപ്പോൾ മകളുടെ കൈകൾ പിടിച്ചുവെച്ച് സഹായിച്ചത് ജെസ്സിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതക വിവരം മറച്ചുവച്ചതിന് ഇവരുടെ ഒരു ബന്ധുവിനെ കൂടി കേസിൽ പ്രതി ചേർത്തേക്കുമെന്ന് സൂചനയുണ്ട്. തോർത്തുപയോഗിച്ച് കഴുത്തുഞെരിച്ചാണ് ജോസ്മോൻ മകളെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം. കഴുത്തിലെ 2 രക്തക്കുഴലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 3 വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ഭർത്താവുമായി വഴക്കിട്ട് 5 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു. ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയുമായും മറ്റ് കുടുംബാംഗങ്ങളുമായും വഴക്കിടുന്നത് പതിവായിരുന്നു. ജോസ്മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തുപോയി. തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായി മൽപ്പിടുത്തമുണ്ടായി. ഇതിനിടെ തറയിൽ വീണ തോർത്തുപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്തുഞെരിച്ച് കൊല്ലുകയായിരുന്നു. ഈ സമയം ജെസ്സിയും കൂടെ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം PJ ഇമാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചെട്ടിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാടുകണ്ട് അസ്വാഭാവികത തോന്നി. പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഇൻസ്പെക്ടർ ടോൾസൺ P. ജോസഫിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴി നൽകുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൂട്ടി സീൽ ചെയ്തു. ഏഞ്ചൽ ജാസ്മിൻ രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി മൊഴി നൽകിയെന്ന് പോലീസ് നൽകിയ വിശദീകരണം. മകൾ സ്ഥിരമായി രാത്രി പുറത്തു പോകുന്നത് പിതാവ് ചോദ്യം ചെയ്തു. തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വഴക്കിനിടെ ഫ്രാൻസിസ് ജാസ്മിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. തുടർന്ന് കഴുത്തിൽ തോർത്ത് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തുഞെരിക്കുമ്പോൾ ഏഞ്ചൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അമ്മ പിടിച്ചുവെച്ചു. കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയപ്പോൾ ജെസ്സിമോൾ ഏഞ്ചലിന്റെ കൈകൾ പിടിച്ചുവെച്ച് കൊടുത്തു എന്നാണ് കണ്ടെത്തൽ. യുവതിയുടെ അമ്മാവൻ അലോഷ്യസിനെ കേസിൽ പ്രതി ചേർക്കും. കൊലപാതക വിവരം മറച്ചുവെച്ചുവെന്നാണ് കുറ്റം. അലോഷ്യസിനെയും ജെസ്സിമോളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മകൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം സ്ഥിരമായി പുറത്തു പോകുന്നതാണ് തന്നെ പ്രകോപിച്ചതെന്നാണ് പിതാവ് ഫ്രാൻസിസ് പോലീസിനോട് പറഞ്ഞത്.